പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 നവംബർ 10 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഹവിൽദാർ ഇഷാർ സിംഗ് 36ാമത്തെ സിഖ് ബംഗാൾ റെജിമെൻറ്റിൽ നിന്നുള്ള ഇന്ത്യൻ സൈനികൻ്റെ 9 അടി ഉയരമുള്ള വെങ്കല പ്രതിമ യുണൈറ്റഡ് കിങ്ഡത്തിൽ ഒരു തെരുവിൽ അലങ്കരിക്കാൻ പോകുന്നു. കാരണം ഒരു സാധാരണ ഒരു പോരാളിയുടെ ധൈര്യമാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. 1897 സെപ്റ്റംബർ 12 ബ്രിട്ടീഷ് രാജ് സിഖ് പട്ടാളക്കാരും അഫ്ഗാൻ ഗോത്രവർഗ്ഗക്കാരും തമ്മിലുള്ള ഒരു യുദ്ധം, സർഗറി യുദ്ധം. ഇവിടെ ഏതാണ്ട് 12,000 മുതൽ 24,000 വരെ ഒറക്സായി അഫ്രീദി ഗോത്രവർഗ്ഗക്കാർ ഹവിൽദാർ ഇഷാർ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സിഖ് റെജിമെൻറ്റിനെ ആക്രമിച്ചു. അവസാന നിമിഷം വരെ ഇവർക്കെതിരെ പോരാടിയെങ്കിലും അവസാനം കൊല്ലപ്പെട്ടു. പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിന് ഈ ഗോത്രവർഗ്ഗക്കാർ പിടിച്ചെടുത്ത ആ കോട്ട സർഗറി ഫോർട്ട് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. പക്ഷേ ഇവിടെ എടുത്തു കാണിക്കുന്നത് ഹവിൽദാർ ഇഷാർ സിംഗിൻ്റെ ഒരു ധൈര്യമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊരു പ്രവൃത്തിയും ഇവിടെ നമുക്ക് വേണ്ട ധൈര്യമാണ്. നമുക്ക് ധൈര്യമുണ്ടോ, ചങ്കൂറ്റമുണ്ടോ, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ ഏത് കാര്യം വിചാരിച്ചാലും അത് നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മളുടെ ഓരോ എക്സാമുകളും ഇതുപോലെ തന്നെയാണ്, ഒരു ഫൈറ്റാണത്. ഈ പോരാട്ടത്തിൽ നമ്മളുടെ ധൈര്യമാണ്. ആ ധൈര്യം കിട്ടണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഓരോ ദിവസവും അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ധൈര്യം വരും. നമുക്ക് ഏതൊരു എക്സാമും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. Which organization has developed for passenger buses a technology called Fire Detection and Suppression System FDSS? ഏത് ഓർഗനൈസേഷൻ ആണ് ഫയർ ഡിറ്റക്ഷൻ ആൻഡ് സപ്രഷൻ സിസ്റ്റം എന്ന സാങ്കേതിക വിദ്യ പാസഞ്ചർ ബസ്സുകൾക്കായി വികസിപ്പിച്ചെടുത്തത്? DRDO ആണ് ഫയർ എക്സ്പ്ലോസീവ് ആൻഡ് എൻവയോൺമെൻറ്റ് സിസ്റ്റം ഡൽഹിയിൽ വികസിപ്പിച്ചെടുത്തത്. ഇതനുസരിച്ച് പാസഞ്ചേഴ്സ് ബസ്സുകളിൽ ഉണ്ടാകുന്ന തീപിടുത്തം തടയാൻ സാധിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. വാട്ട് വിൽ ബി ദ ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ ഓഫ് ദി പ്രൊപ്പോസ്ഡ് പാർലമെൻറ്റ് വിച്ച് വുഡ് ബി കംപ്ലീറ്റഡ് ബൈ 2022? 2022 പൂർത്തിയാക്കുന്ന നിർദ്ദിഷ്ട പാർലമെൻറ്റിൻ്റെ മൊത്തം ബിൽട്ടപ്പ് ഏരിയ എത്രയായിരിക്കും? 64,500 സ്ക്വയർ മീറ്ററും 64,500 സ്ക്വയർ മീറ്റർ ആയിരിക്കും പുതിയ പാർലമെൻറ്റ് ബിൽഡിംഗ് 2022 പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഏരിയ. ഇതിൻ്റെ പ്ലാനിങ് HCP ഡിസൈൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ് ബേസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഫേം ആണ്. Name of the Indian soldier from 36th Sikh Bengal Regiment whose 9-foot tall bronze statue is set to adorn the streets of the United Kingdom. 36ാമത്തെ സിഖ് ബംഗാൾ റെജിമെൻറ്റിൽ നിന്നുള്ള ഏത് ഇന്ത്യൻ സൈനികൻ്റെ 9 അടി ഉയരമുള്ള വെങ്കല പ്രതിമ യുണൈറ്റഡ് കിങ്ഡത്തിലെ തെരുവിൽ അലങ്കരിക്കാൻ പോകുന്നത്? ഹവിൽദാർ ഇഷാർ സിംഗ്. ഹവിൽദാർ ഇഷാർ സിംഗിനെ കുറിച്ച് നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞിരുന്നു. അതായത് 1897 സെപ്റ്റംബർ 12 സർഗറി യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ റോളിനെ കുറിച്ച്. ഹൂ വാസ് ഇലക്റ്റഡ് ഫ്രം ഇന്ത്യ ടു ദി യുണൈറ്റഡ് അഡ്വൈസറി കമ്മിറ്റി ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ബഡ്ജറ്ററി ക്വസ്റ്റ്യൻസ്? അഡ്മിനിസ്ട്രേറ്റീവ് ബഡ്ജറ്ററി ചോദ്യങ്ങൾക്കായുള്ള UN ഉപദേശക സമിതിയിലേക്ക് ACABQ ഇന്ത്യയിൽ നിന്ന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? വിദീഷ മൈത്രയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബഡ്ജറ്ററി ചോദ്യങ്ങൾക്കായുള്ള UN ഉപദേശക സമിതിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. നെയിം ഓഫ് ദ ഇന്ത്യൻ ഹൂ ഈസ് co-heading the COVID-19 ടാസ്ക് ഫോഴ്സ് വിച്ച് is formed by US President elect ജോയ് ബൈഡൻ. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട ജോയ് ബൈഡൻ രൂപീകരിച്ച
COVID-19 ടാസ്ക് ഫോഴ്സിൻ്റെ സഹതലവനായ ഇന്ത്യക്കാരൻ്റെ പേര്? വിവേക് മൂർത്തി. 13 അംഗങ്ങൾ ഉള്ള ഈ ടീമിൻ്റെ ഹെഡായിട്ടുള്ള US സർജൻ ജനറൽ വിവേക് മൂർത്തിയും ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കമ്മീഷണർ ഡേവിഡ് കെസ്ലറും യേൽ യൂണിവേഴ്സിറ്റി ഹെൽത്ത് കെയർ ഇക്വിറ്റി എക്സ്പേർട്ട് മാർസല നൻസ് സ്മിത്തും ആയിരിക്കും. 20th ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് മീറ്റിംഗ് വിച്ച് വിൽ ബി വിർച്വലി ഹെൽഡ് ഓൺ വിച്ച് ഡേറ്റ്? ഏത് തീയതിയിൽ ആണ് 20th ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ കൗൺസിൽ ഓഫ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് യോഗം നടക്കാൻ പോകുന്നത്? 10th നവംബർ 2020. 2020 നവംബർ 10-ാം തീയതിയാണ് 20ാമത്തെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ കൗൺസിൽ ഓഫ് ഹെഡ് ഓഫ് മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ അംഗങ്ങൾ ചൈന, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, കസഖ്സ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ കൂടാതെ ഉസ്ബെക്കിസ്ഥാൻ. ഈ മീറ്റിങ്ങിൽ മോദി, സി ജിൻപിങ്, വ്ളാഡിമിർ പുടിൻ, ഇമ്രാൻഖാൻ എന്നീ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. വിച്ച് ടീം വൺ ദി വിമൻസ് T20 ചലഞ്ച് 2020? വനിതാ T20 ചലഞ്ച് 2020 നേടിയ ടീം ട്രെയിൽ ബ്ലാസ്റ്റേഴ്സ്. ട്രെയിൽ ബ്ലാസ്റ്റേഴ്സാണ് സൂപ്പർ നോവസിനെ തോൽപ്പിച്ചുകൊണ്ട് വിമൻസ് T20 ചലഞ്ച് 2020 ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളത്. ട്രെയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ സ്മൃതി മണ്ഡന പ്ലെയർ ഓഫ് ദ മാച്ച് ആവുകയും രാധ യാദവ് പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഏതൊരു എക്സാമും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.